വരാനിരിക്കുന്ന പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ദേവയാനി നാനയുടെ റൂമിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. ചെന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് നാനയോട്, മോളെ ഒരു സന്തോഷ വാർത്തയുണ്ട്. മോൾക്ക് പ്രൊമോഷൻ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് മുതൽ നമ്മളെ മൂർത്തീസ് ജ്വല്ലറിയിലെ 2 ബ്രാഞ്ച് ഞാൻ മോളെ ഏൽപ്പിക്കുകയാണ്. അത് മോൾ ഉത്തരവാദിത്വത്തോടുകൂടി ഭംഗിയായി ഏറ്റെടുക്കണം. അയ്യോ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇപ്പം തന്നെ എനിക്ക് അവിടെ ഒരുപാട് പണിയുണ്ട്. അതിനിടയിൽ 2 ജ്വല്ലറികളുടെ MD സ്ഥാനം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം അമ്മേ. മോളെ പറ്റില്ല എന്നൊന്നും പറയരുത്. എനിക്ക് ഉറപ്പുണ്ട് മോൾക്കത് കഴിയും. ഏറ്റെടുക്കുന്ന ഓരോ കാര്യവും വളരെ ഉത്തരവാദിത്തോടുകൂടിയും കൃത്യനിഷ്ഠയോടുകൂടിയും മോള് ചെയ്തു തീർക്കുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് മോളെ തന്നെ ഏൽപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം കൂടിയായത്. മാത്രമല്ല എനിക്കും ആദർശിനും ജോലിഭാരം കുറച്ച് കുറയുകയും ചെയ്യും. പറ്റില്ല എന്ന് മാത്രം മോൾ എന്നോട് പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി എന്ത് ചെയ്യുന്നുണ്ട്, നാനയെ താഴോട്ടേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ദേവയാനി നാനയും കൂട്ടി താഴോട്ടേക്ക് വരുമ്പോഴേക്കും അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ 2 ജ്വല്ലറികളുടെ MD സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി നല്ല ഭംഗിയായി അണിഞ്ഞൊരുങ്ങി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ദേവയാനിയെ കാണുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ആഹാ വല്യമ്മ എന്നേക്കാൾ സുന്ദരിയായിട്ടാണല്ലോ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ വല്യമ്മേ? അപ്പോൾ ദേവയാനി അനാമികയോട് എവിടേക്ക്? എന്നിട്ട് ദേവയാനി എല്ലാവരെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, മൂർത്തീസ് ജ്വല്ലറിയുടെ 2 ജ്വല്ലറികളുടെ MD ആയി മൂർത്തീസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനറായ നാനയെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അതിനുവേണ്ടി നാനയും കൂട്ടി ഞാൻ പോവുകയാണ്. മോളെന്തിനാണ് എൻ്റെ കൂടെ വരുന്നത്? ഇത് കേട്ട് ഞെട്ടിത്തരിച്ചുകൊണ്ട് അനാമിക ദേവയാനിയോട് ചോദിക്കുകയാണ്, വല്യമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? വല്യമ്മ എന്നെയല്ലേ പുതിയ ജ്വല്ലറിയുടെ MD ആയിട്ട് നിയമിക്കുന്നത്? ഞാൻ പുതിയ MD സ്ഥാനം ഏറ്റെടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വന്നത്. മോളെ അനാമികയെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ 2 ജ്വല്ലറിയുടെയും MD ആയി നിയമിക്കാൻ പോകുന്നത് നിന്നെയാണെന്ന്? നീ എന്നോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ എന്തിനാണ് നിൻ്റെ അച്ഛനും അമ്മേനെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? നായന ഉത്തരവാദിത്തമുള്ളൊരു പെൺകുട്ടിയാണ്. കമ്പനിക്ക് വേണ്ടി ഒരുപാട് ലാഭങ്ങൾ കൊയ്തവൾ. നായന ഉത്തരവാദിത്ത ബോധമുള്ള ഒരുവളാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മളെ 2 ജ്വല്ലറികളുടെയും MD ആയിട്ട് നായനയെ നമ്മൾ നിയമിക്കുന്നത്. അത് ഞാനും ആദർശും ചേർന്നെടുത്ത തീരുമാനമാണ്. ഇതൊക്കെ കേട്ടുനിന്ന് ജാനകി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? ഉടൻ തന്നെ ജാനകി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്തായി കാണിക്കുന്നത്? എൻ്റെ മരുമകളോട് ഏട്ടത്തി 2 ജ്വല്ലറികളുടെ MD സ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം എന്താ കാല് മാറുന്നത്? അപ്പം തന്നെ ദേവയാനി അനാമികയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കണ്ട്, ആണോ അനാമിക മോളെ, ഞാൻ നിന്നോട് പറഞ്ഞിനോ നമ്മളെ 2 ജ്വല്ലറികളുടെ MD ആക്കി നിന്നെ നിയമിക്കുന്നു എന്ന്? അല്ല വല്യമ്മയല്ലേ എൻ്റെ മുന്നിൽ വെച്ച് ഇന്നലെ ആദർശേട്ടനെ വിളിച്ച് പറഞ്ഞത് ഈ വീട്ടിലെ ഒരു മരുമകൾക്ക് 2 ജ്വല്ലറികളുടെ MD സ്ഥാനം കൊടുക്കുന്നതെന്ന്? അത് ഞാനാണെന്ന് ചോദിച്ചപ്പോൾ വല്യമ്മ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അന്നേരം ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ആ സ്ഥാനത്തേക്ക് വരുന്നതെന്ന്. ആ സ്ഥാനത്തേക്ക് എന്നെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അത് വല്യമ്മയ്ക്ക് അപ്പം തന്നെ പറയാമായിരുന്നു. എന്നാലും ഇത് വളരെ മോശമായി വല്യമ്മേ. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് വേണു പറയുകയാണ്, ദേവയാനി ഇതൊന്നും ശരിയല്ല. എൻ്റെ മകൾ MD സ്ഥാനം ഏറ്റെടുക്കുന്നത് കാണാൻ വേണ്ടി അനുഗ്രഹിക്കാനുമായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. എൻ്റെ മകളെ പറ്റിച്ച് ഇവളെ MD സ്ഥാനത്തേക്ക് നിയമിക്കുന്നീ, ഇതൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് വാ രേവതി എന്നും പറഞ്ഞ് വേണു അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സംഭവത്തോടെ അനാമികയുടെ മനസ്സിൽ ദേവയാനിയോട് തീരാതെ പകയായി. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.